നമുക്കറിയാം, മലയാളത്തിൽ ബഷീർ ഉൾപ്പെടെയുള്ള ആളുകൾ പല ആത്മകഥകളും എഴുതിയിട്ടുണ്ട്. അത് അസ്വാഭാവികമല്ല എന്നും എനിക്ക് തോന്നുന്നു. കാരണം ജീവിതത്തിൻ്റെ ഓരോ ഘട്ടത്തിലും സ്വന്തം ജീവിതത്തിൻ്റെ ഭൂതകാലങ്ങളിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ഓരോരുത്തർക്കും കിട്ടുന്ന ചിത്രങ്ങൾ വ്യത്യസ്തമായിരിക്കാം. കാരണം വർത്തമാനത്തിൽ ഓരോ നിമിഷത്തിലും നാം ഭൂതകാലത്തെ വീണ്ടും വീണ്ടും പുതിയ പുതിയ രീതികളിൽ കാണുകയും അതിൽ നിന്ന് പഠിക്കുകയും അതിനെ വെറുക്കുകയും അതിനെ സ്നേഹിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ഈ തരത്തിലാണ് ഒരുപക്ഷെ ജീവിതത്തിൻ്റെ വൈരുദ്ധ്യനിർഭരമായ നൈരന്തര്യം നിലനിൽക്കുന്നത് എന്ന് തന്നെ പറയാം. ഞാൻ ഈ സന്ദർഭത്തിൽ ഇത് പറഞ്ഞത് ഇവിടെ എന്ത് സംസാരിക്കും എന്നറിയാതിരുന്നപ്പോൾ എൻ്റെ പഴയ കവിതകൾ തപ്പി നോക്കിയപ്പോൾ 45 വർഷം മുമ്പ്, എന്നെ സംബന്ധിച്ച് വളരെ അടുത്താണത്, എഴുതിയ ഒരു കവിത ഞാൻ കാണാനിടയായതാണ്. അതിൻ്റെ പേര് ആത്മകഥ എന്ന് തന്നെയാണ്. ഇതിലെ കുറിപ്പുകൾ എന്ന് ഞാൻ വിളിക്കുന്ന അധ്യായങ്ങൾ എഴുതുമ്പോൾ ആ കവിതയെക്കുറിച്ച് എനിക്ക് ഏറെയൊന്നും ഓർമ്മയുണ്ടായിരുന്നില്ല എന്നതാണ് സത്യം. ഓർമ്മ നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി മാത്രം എഴുതുന്ന ഒരു പ്രായത്തിലാണ് ഞാൻ, ഒരുപക്ഷെ നിങ്ങളിൽ ചിലർ പോലും എന്ന് പറയാം.